നമ്മൾ ഈ ഫ്രീ ഫയർ കളിക്കുമ്പോൾ ആരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഹാക്കർമാരെ കാണാതിരുന്നിട്ടുണ്ടാവില്ല. വണ്ടി കൊണ്ട് ആകാശത്തിലൂടെ പറക്കുന്ന ഹാക്കർ, ജീവൻ പോകാത്ത ഹാക്കർ, സ്പീഡ് ഓടിപ്പോകുന്ന ഹാക്കർ, പിന്നെ ചാടി പോകുന്ന ഹാക്കർ, വണ്ടി കൊണ്ട് വീടിൻ്റെ ഉള്ളിൽ കയറുന്ന ഹാക്കർ, അങ്ങനെ പല 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 ഹാക്കർമാരെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമുക്കുള്ളൊരു ഡൗട്ടാണ്, ഇത്രയും വലിയ ഗെയിം ഇവരെങ്ങനെ ഈ നിസ്സാരമായിട്ട് ഹാക്ക് ചെയ്യുന്നത്? ഇതുപോലെ നമുക്കും ഹാക്ക് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് ഈ ഹാക്ക് ചെയ്യുക? നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഹാക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇടാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഈ ഫ്രീ ഫയർ ഹാക്ക് ചെയ്യാമെന്നാണ്. അവരെങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത്, മൊബൈൽ ഉപയോഗിച്ചിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇടാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആൻഡ്രോയിഡിൽ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന പല ഗെയിമുകളെക്കുറിച്ചും പല വീഡിയോസും ചെയ്യാറുണ്ട്. ലൈക്ക് ഒന്നെങ്കിൽ പബ്ജി മാത്രം അല്ലെങ്കിൽ ഫ്രീ ഫയർ മാത്രം അങ്ങനെയൊന്നുമില്ല, എല്ലാ ഗെയിമിനെക്കുറിച്ചും നല്ല ട്രിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഫ്രീ ഫയറിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ശബ്ദം മാറ്റിക്കാണ്ട് നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മുടെ ടീംമേറ്റുമായിട്ട് സംസാരിക്കാം, പെൺകുട്ടികളുടെ ശബ്ദം അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ശബ്ദമൊക്കെ മാറ്റി എങ്ങനെ സംസാരിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോയിലോട്ട് പോകാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ജിന്നീസ് ഹിയർ. അത് നമ്മൾ കാണാത്തൊരു ജിന്ന. ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഹാക്കർമാരെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹാക്ക് ചെയ്ത് കളിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ കളിച്ച് വലിയ പോയിൻറ്റും വലിയ റാങ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നു, കുറച്ച് കഴിഞ്ഞാൽ അത് ബാൻ ആവുന്നു, അതിലൊന്നും വലിയൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഹാക്കർമാരെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയല്ല. ജസ്റ്റ് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്. അല്ലാതെ ഈ ഹാക്ക് ചെയ്ത് കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവരെ വിഡ്ഢികളാക്കി നമ്മളിങ്ങനെ കുറേ കളിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഹാക്കർമാർ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് അത് ഹാക്ക് ചെയ്ത് കളിക്കാറെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓൺലൈൻ ഗെയിമിൽ, അത് ഈ ഫ്രീ ഫയർ ആയാലും പബ്ജി ആയാലും കാൾ ഓഫ് ഡ്യൂട്ടി ആയാലും ഏതായാലും ഈ ഓൺലൈൻ ഗെയിമിൽ അത് ഹാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഇവന്മാർ എങ്ങനെയൊക്കെ ഹാക്ക് ചെയ്യുന്നത് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അവർ ഈ ഗസ്റ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് അധികം ആളുകളും ഹാക്ക് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ ഹാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ച് ചെയ്യാം, അതല്ലാതെ വലിയ ഹാക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉടനെ തന്നെ അത് വീഡിയോ കാണുന്ന ആളുകൾ റിപ്പോർട്ട് അടിക്കും, അത് ബാനായി പോകും. ഓക്കെ, അപ്പോൾ ഇവർ ഗസ്റ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് പലരും ഇത് ഹാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഹാക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫയൽ ആഡ് ചെയ്താൽ നമുക്ക് ഹാക്കാവും, ജീവൻ പോവില്ല, അതുപോലെ തന്നെ എന്താ പറയുക, വണ്ടി കൊണ്ട് പറക്കുക, അങ്ങനത്തെ ഒക്കെ ഓരോ വീഡിയോസ് ഉണ്ടാവും. സോ അതിൽ 99% ഫേക്കാണ്. ജസ്റ്റ് നമ്മളൊരു ഫയൽ ആഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇത്രയും വലിയ ഗെയിമൊന്നും ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചെറിയ ചെറിയ ഹാക്കിംഗ് ഒക്കെ പറ്റും, അതായത് നമ്മുടെ ഹെഡ് ഷോട്ട് ഹാക്കിങ്. അതൊരിക്കലും ആ ഫയലിൻ്റെ പവർ കൊണ്ടല്ല. ആ ഫയൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് ഷോട്ടിന് വേണ്ടിയുള്ള സെൻസിറ്റിവിറ്റി കറക്റ്റ് ചെയ്യുന്നൊരു ഫയലാണ്. ആ ഫയൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സെൻസിറ്റിവിറ്റിയും കറക്റ്റ് ആവും, അങ്ങനെ ഹെഡ് ഷോട്ട് വരും എന്നല്ലാതെ ആ ഫയൽ കൊണ്ട് 100% ആ ഫയലിൻ്റെ പവർ കൊണ്ടല്ല ഹെഡ് ഷോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവരെങ്ങനെ ഹാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഫിലിം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തിരക്കഥ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗെയിമിനും ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അത് നമ്മുടെ പൈത്തൺ എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഗെയിമൊക്കെ നിർമ്മിക്കുന്ന ഒരു ലാംഗ്വേജാണ് ഈ പൈത്തൺ എന്ന് പറയുന്നത്. ഈ പൈത്തൺ നിർമ്മിച്ചിട്ടാണ്, ഈ പൈത്തൺ കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയുള്ളത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റിൽ ഇവർ പറയുന്നുണ്ടാവും, എന്താ പറയുക, നമ്മുടെ വണ്ടി ഉപയോഗിച്ചിട്ട് ഇത്ര സ്പീഡിലേ പോകാൻ പറ്റത്തുള്ളൂ, പിന്നെ അതുപോലെ തന്നെ കല്ല്, അതുപോലെ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഈ സ്ക്രിപ്റ്റിൽ.
അതിപ്പോൾ ഞാൻ ഈ മലയാളത്തിൽ പറഞ്ഞതെന്നുള്ളൂ, അങ്ങനെ നല്ല ശരിക്കും എഴുതി വെക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അതെന്ത് ചെയ്യും, ഈ ഹാക്കർമാർ എന്ന് പറയുന്നത് അവരിതൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും. സാധാരണ ഒരു ലോക്കൽ ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുന്നത് അവരെന്ത് ക്യാഷ് കൊടുത്തിട്ട് ഹാക്കർമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഹാക്കർമാരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അവർക്ക് ഈ പ്രോഗ്രാമിങ് ഈ ലാംഗ്വേജ് ഒക്കെ നന്നായിട്ട് അറിയും. കുറച്ച് വെള്ളം കുടിപ്പിക്കുന്ന ലാംഗ്വേജാണ് ഈ പൈത്തൺ എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ സുഖമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ സ്ക്രിപ്റ്റ് എടുത്തിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും കാർ ഉപയോഗിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ കല്ലുമ്മേൽ അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തിന്മേൽ തട്ടിയാൽ വണ്ടി നിൽക്കണം എന്നുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാവും. അത് ഇവരെന്ത് ചെയ്യും, അത് എഡിറ്റ് ചെയ്തിട്ട് ഈ കാർ ഉപയോഗിച്ചിട്ട് ഏത് വഴിക്കൂടെയും പോവാം, ആകാശത്തു കൂടി പറക്കാം, വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം, അങ്ങനെയൊക്കെ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചാൽ സ്ക്രിപ്റ്റ് സേവ് ചെയ്ത് ആ ഗെയിം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സ്ക്രിപ്റ്റിനനുസരിച്ചാണ് ഈ ഗെയിമർ പ്രവർത്തിക്കുക. ഈ ഗെയിം വർക്ക് ചെയ്യില്ല, ആ സ്ക്രിപ്റ്റിനനുസരിച്ചാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റിൽ ഇവർ വന്ന മാറ്റങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഗെയിം അതുപോലെ റണ്ണാവും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവർ ഈ സ്ക്രിപ്റ്റ് മാറ്റി എഴുതുമ്പോൾ എന്ത് ചെയ്യും, വീടിൻ്റെ ഉള്ളിലോട്ട് കാറ് കയറ്റാം എന്നുള്ള സ്ക്രിപ്റ്റ് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, കാർ ഉപയോഗിച്ച് കയറ്റാൻ പറ്റും. നിങ്ങൾക്ക് നയാംബ്രോൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഇടയ്ക്കൊരു ലൈവിൽ ഹാക്കർ വന്നിരുന്നു. ഒരുപാട് ലൈവിലായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഒരു പ്രാവശ്യം ഞാൻ കണ്ടു, വണ്ടി ഉപയോഗിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലോട്ട് കയറി നിർത്തിയിട്ടുണ്ട്. അയാൾ വണ്ടി ഉപയോഗിച്ചിട്ട്, അതൊക്കെ ഈ ഹാക്കർമാരെ പണിയാണ്. അപ്പോൾ അവർ ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് മാറ്റി എഴുതുകയാണ്. ഇനി നമുക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഈ ഫയലൊക്കെ ആഡ് ചെയ്യുക, അത് ഞാൻ പറഞ്ഞു 99% ഫേക്കാണ്. അങ്ങനെയാണ് ഓരോരുത്തർ ഹാക്ക് ചെയ്യുന്നത്. പിന്നെ മറ്റുള്ളവർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവർ ഇതുപോലെ ഹാക്കർമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതല്ലാതെ നമുക്ക് ആർക്കും ഇത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടൊന്നും ഒട്ടും പറ്റില്ല. കാലി ലിനക്സ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് സാധാരണ. അപ്പോൾ ഒരിക്കലും നമുക്കൊന്നും ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആളുകളോട് കോൺടാക്ട് ചെയ്ത് അവർ ഹാക്ക് ചെയ്ത് തരും, പക്ഷെ നല്ല ക്യാഷും കൊടുക്കേണ്ടി വരും. അപ്പോൾ വെറുതെ ഈ ഹാക്കിങ്ങും പണിക്കൊന്നും നിൽക്കാതെ സത്യസന്ധമായി കളിച്ചിട്ട് അങ്ങനെ സ്കോർ ചെയ്തതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഹാക്ക് ചെയ്താൽ കിട്ടത്തില്ല. ഓക്കെ, ഇങ്ങനെ ആകാശത്തിലോട്ടൊക്കെ കാർ ഓടിച്ച് പോയി എന്ത് കഥ ഇതൊക്കെ, ഈ ഹാക്കർമാരൊക്കെ എന്തിനു പിന്നെ കളിക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വീഡിയോ ഒന്നും ഇത്ര തന്നെ ഉള്ളൂ. എങ്ങനെയാണ് ഇവന്മാർ ഹാക്ക് ചെയ്യുന്നതെന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.